ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റീഡിംഗ് വ്ലോഗാണ്. അപ്പോൾ ഞാൻ ഈ വ്ലോഗിൽ വായിക്കാൻ പോകുന്ന ബുക്ക് ഇറ്റ് എൻഡ്സ് വിത്ത് അസ് ബൈ കൊളിൻ ഹൂവർ. ഈ ബുക്ക് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ബുക്ക് വായിക്കുന്ന എല്ലാവർക്കും, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും അറിയുണ്ടാവും. അത്രയും ഹൈപ്ഡ് ആയ ഒരു ബുക്കാണ്. കൊളിൻ ഹൂവറിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്ക് എന്നൊക്കെ പറയാം. എനിക്ക് ശരിക്കും നാണക്കേടാണ് ഞാനിത് വായിച്ചിട്ടില്ല എന്ന് പറയാൻ. ഞാൻ ഇത് വാങ്ങിച്ചിട്ട് തന്നെ 2 വർഷം കഴിഞ്ഞു, എന്നിട്ട് ഞാൻ സ്റ്റിൽ വായിച്ചിട്ടില്ല. അപ്പൊ അതിനുള്ളൊരു കാരണം എന്താ വെച്ചാൽ എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. നല്ല ബുക്സ് ഒക്കെ ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് ആയിരിക്കും എനിക്ക്. അപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഹൈപ്പ് കാരണം എന്നുള്ളൊരു കാരണത്താൽ ഞാനത് മാറ്റിവെക്കും നല്ലൊരു സമയത്ത് വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു നല്ലൊരു സമയം വരാൻ പോണില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും നെക്സ്റ്റ് മന്ത് ഇതിന്റെ മൂവി റിലീസ് ആവുകയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി ഒരു ബെസ്റ്റ് ടൈം വരാനില്ല. ഞാൻ ത്രൂ ഔട്ട് ഈ വ്ലോഗിൽ ഈ ബുക്ക് വായിക്കുന്നതാണ്. ഞാൻ വായിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഹലോ, ഐ എം ബാക്ക് വിത്ത് ആൻ അപ്ഡേറ്റ്. സോ ഞാൻ ഇറ്റ് എൻഡ്സ് വിത്ത് അസ് വായിച്ചിട്ട് 100 പേജസ് ആയിട്ടോ. ആൻഡ് ഐ എം സോ ഫാസ്റ്റ്, സോ എക്സൈറ്റഡ്. അതുപോലെ തന്നെ ഞാൻ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗിവിങ് മീ ദാറ്റ് ബ്ലഷ് ഹാർട്ട് വാർമിങ് ഫീൽസ് ഇൻ മൈ സ്റ്റൊമക്ക്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ മെയിൻ ക്യാരക്ടർ ലിലി, അവളുടെ ഫാദർ മരിച്ചിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അവൾ ആ ഒരു ഗ്രീഫ് ടൈമിലാണ്. അപ്പോൾ ഗ്രീഫ് ടൈമിൽ കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അവൾ റൂഫ് ടോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ റൈലി അവിടേക്ക് വരുന്നത്. അപ്പോൾ റൈലി അതുപോലെ തന്നെ ഒരു ന്യൂറോ സർജനാണ്. അപ്പോൾ അവൻ്റെ പേഷ്യൻ്റ് മരിച്ചിട്ട് അവനും ഒരു ഗ്രീഫ് ടൈമിലാണ്. സോ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കുമ്പോൾ പെട്ടെന്ന് കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അവരങ്ങനെ ഒരു സംസാരിക്കും. അവർ തമ്മിൽ നല്ലൊരു മൊമെന്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ റൈലി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഭയങ്കര ഒരു ബാഡ് ബോയ് കൈൻഡ് ഓഫ് വൈബാണ്. ഭയങ്കര ഹോട്ട്, ഹാൻസം, ഭയങ്കര ഓപ്പൺ അല്ലെങ്കിൽ ഭയങ്കര ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയുക, കണ്ണിൽ നോക്കിയിട്ടൊക്കെ കാര്യം പറയും. അങ്ങനത്തെ ഒക്കെ ഒരു ബോൾഡ് ഗൈ ആട്ടോ. അപ്പോൾ അവനൊരു ന്യൂറോ സർജനാണ്. അവനക്ക് റിലേഷൻഷിപ്പിൽ ഒട്ടും താല്പര്യമില്ല. അവന് എല്ലാം കൂളാക്കി എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് സോർട്ട് ഓഫ് ഗൈ അല്ല. അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ ഡിഫറെൻ്റ് ആണ്. നേരെ മറിച്ച് ഇതിന് വളരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലില്ലിയുടെ ക്യാരക്ടർ. ലില്ലി ഭയങ്കര പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ലില്ലിയുടെ ഒരു ആഗ്രഹം തന്നെ ഒരു ഫ്ലവർ ഷോപ്പ് ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ അവൾ ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഗേളാണ്. അപ്പോൾ അവൾക്ക് അവളുടെ ലൈഫിൽ നിന്ന് വേണ്ട അതുപോലെ ഒരു റിലേഷൻഷിപ്പ്, നല്ലൊരു റിലേഷൻഷിപ്പ്, അവൾക്ക് റിലേ ചെയ്യാൻ പറ്റിയ ഒരു ഹസ്ബൻഡ്, അങ്ങനെ ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു ഗേളാണ് ലിലി. അപ്പോൾ അവർ രണ്ടുപേരും അവർ തുറന്ന് സംസാരിക്കും, മനസ്സിലാവും രണ്ടുപേർക്കും ഡിഫറെൻറ്റ് തോട്ട്സ് ആണുള്ളത്. അതിനുശേഷം പിന്നെ അവർ കണ്ടിട്ടില്ല കേട്ടോ. ലൈക്ക് 6 months ലേറ്റർ ലിലി അവളുടെ ഡ്രീം കം ട്രൂ ആണ്. അപ്പോൾ അവളുടെ ആ ഒരു പുതിയ ഷോപ്പ് അവൾ ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ പുതിയൊരു ക്യാരക്ടറിനെ മീറ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് അലീസ. അപ്പോൾ അലീസനെ എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടോ. നല്ലൊരു ഫ്രണ്ട് കൈൻഡ് ഓഫ് വൈബ് അവളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അലീസനെ മീറ്റ് ചെയ്തിട്ട് ആണ് അവൾക്ക് മനസ്സിലാവുന്നത് ലില്ലിക്ക് അലീസയുടെ ബ്രദറാണ് റൈലി. അപ്പോൾ അങ്ങനെയാണ് അവർ പിന്നെയും മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇൻ ആൻഡ് ഔട്ട് അവർ ഒരുപാട് മീറ്റ് ചെയ്യും. രണ്ടാളും വേ ടു അട്രാക്റ്റഡ് ആണ് വിത്ത് ഈച്ച് അതർ. ബട്ട് രണ്ടുപേർക്കും അട്രാക്റ്റഡ് ആവണ്ട, ബിക്കോസ് രണ്ടുപേരുടെയും ഡിഫറെൻറ്റ് തിങ്കിങ് ആണല്ലോ. പക്ഷേ ദേ കാൺ ഹെൽപ്പ് ഇറ്റ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും തമ്മിലുള്ള മൊമെന്റ്സ് ഭയങ്കര ഹോട്ട്, എന്താ പറയുക, ഭയങ്കര ബ്ലഷൊക്കെ ആക്കുന്ന മൊമെന്റ്സ് ആണ്. ഭയങ്കര ദേ ആർ ടു ടീസിങ് വിത്ത് ഈച്ച് അതർ, ഫ്ലേർട്ടിങ് കൈൻഡ് ഓഫ് വൈബാണ് കേട്ടോ. ഇപ്പോൾ ഇവഞ്ച്വലി അവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലാവുമെന്ന് എനിക്കറിയാം. പ്രസന്റ്ലി അവൾക്ക് വേണ്ടി അവൻ എന്താ പറയുക, റിലേഷൻഷിപ്പ് സോർട്ട് ഓഫ് ഗൈ ആവാൻ വരെ തയ്യാറായിരിക്കുന്ന ഒരു സമയമാട്ടോ. അറ്റ്ലസ് ഇതുപോലെ തന്നെ ഒരു മെയിൻ കഥാപാത്രമാണ്. അപ്പോൾ അറ്റ്ലസിനെ പറ്റിയിട്ട് നമുക്ക് ചെറിയ ഗ്ലിംസസേ കിട്ടുന്നുള്ളൂ. അവളുടെ ഒരു പഴയ ജേർണൽ വായിക്കുമ്പോഴാണ് നമുക്ക് അറ്റ്ലസിനെ പറ്റിയിട്ടുള്ള സ്റ്റോറി മനസ്സിലാവുന്നത്. അപ്പോൾ അറ്റ്ലസ് ഒരു ഹോംലെസ് ഗൈ ആണ്. അറ്റ്ലസിനെ അവൾ മീറ്റ് ചെയ്യുന്നത് അവളൊരു സ്കൂളിംഗ് ടൈമിലാണ്. അപ്പോൾ ആ സമയത്ത് അവനക്ക് വീടൊന്നും ഇല്ലായിരുന്നു. അവനൊരു ഹോംലെസ് ഗൈ. ശരി, അപ്പോൾ അവനെ എല്ലാവരും തന്നെ സ്കൂളിൽ എന്താ പറയുക അവോയ്ഡ് ചെയ്യും. ബിക്കോസ് അവനെപ്പോഴും സ്മെല്ല് ചെയ്യും. കാരണം അവനക്ക് കുളിക്കാൻ പോലും എന്താ പറയുക ഒരു
സാഹചര്യങ്ങളില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഇവളാണ് അവനെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള മൊമെന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. അറ്റ്ലസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആണ്. ലൈക്ക് അവർ ആ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബോയ് ആണ്. അപ്പൊ അങ്ങനെയാണ് ആ മൊമെന്റ്സ് കിട്ടുന്നത്. ഇതിന്റെ ആ ഒരു ഈസി റൈറ്റിംഗ്, കൊളിൻ ഹൂവേഴ്സിന്റെ ബുക്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവർ ഭയങ്കര ഈസി ആയിരിക്കും, ഭയങ്കര കോസി ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്, വിച്ച് ഐ എം സോ മച്ച് എൻജോയിങ്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്നു, ഇതിങ്ങനെ വായിച്ച് എക്സൈറ്റഡ് ആയപ്പോൾ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പുതിയ ട്രെയിലർ ഔട്ടായിട്ടുണ്ട് കേട്ടോ. സോ അതും കൂടെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഫ്ലാറ്റായി. എന്താ പറയുക, നല്ലൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് ആയിരുന്നു. എനിക്ക് ആ മൂവി കാണാൻ കൊതിയാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും ഇത് പെട്ടെന്ന് വായിക്കും, ബിക്കോസ് അത് കണ്ടപ്പോൾ കൂടുതൽ എക്സൈറ്റഡ് ആയി വായിക്കാൻ. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഒരു റീഡിംഗ് അപ്ഡേറ്റ് ഉണ്ട്. ഐ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഇറ്റ് എൻഡ്സ് വിത്ത് അസ്. ഇന്നലെ രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോൾ അത് ഞാനൊരു 300 പേജസ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ റിമൈനിങ് ആയിട്ട് 67 പേജസ് ഉണ്ടായിരുന്നുള്ളൂ. മൊത്തം ടോട്ടൽ 367 പേജസ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടക്കാമെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഉറക്കം വരാൻ ചാൻസ് ഉണ്ടാവില്ല. കാരണം ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാൻ. ആ സമയം ഉണ്ടല്ലോ, ആ ബുക്കിൽ ആ ഒരു സമയം ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നൊരു സമയമായിരുന്നു ബുക്കിൽ. സോ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. സോ എന്താണ് ഹൈപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വായിച്ചത്. ആൻഡ് യാ ഇറ്റ്സ് വർത്ത് ദ ഹൈപ്പ്. ട്രൂലി ഐ ലവ് ദിസ് ബുക്ക്. അപ്പോൾ കൊളിൻ ഹൂവറിൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ബുക്കാണെന്ന് പറയാം. കാരണം വെരിറ്റി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ്സ് എ മിസ്റ്ററി ത്രില്ലർ. വേഗം വായിച്ചു. അത്രയും ഡാർക്കായിട്ടുള്ളൊരു പേജ് ടേണറാണ്. ഐ റിയലി ലവ് ദാറ്റ് ബുക്ക്. അപ്പോൾ അതിന് ശേഷം ഇതാണ് നെക്സ്റ്റ് ഫേവറേറ്റ് ബുക്ക്. അപ്പോൾ വെരിറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഇതാണ് ബെസ്റ്റ് ബുക്ക് കൊളിൻ ഹൂവറുടെ. കാരണം വെരിറ്റി ഒരു ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ചില എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാൻ അന്ന് വായിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ബട്ട് നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം കൊളിൻ ഹൂവർ ഒരു റൊമാൻസ് ഓതറാണ്. റൊമാൻസ് ഓതർ ഒരു ത്രില്ലറൊക്കെ എഴുതുമ്പോൾ ചെറിയതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ദിസ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇത് പെർഫെക്ഷൻ ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് എൻജോയ് ചെയ്തു. സോ എനിക്ക് ഒരുപാട് തോട്ട്സ് ഉണ്ട് ഇതിനെപ്പറ്റി പറയാൻ. ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. നൗ ലെറ്റ്സ് ഫോക്കസ് ഓൺ ദ ഗുഡ് തിങ്സ് അബൌട്ട് ദിസ് ബുക്ക്. വാട്ട് ഐ റിയലി എൻജോയ്ഡ് അബൌട്ട് ദിസ് ബുക്ക് ഈസ് ദ റീഡിങ് എക്സ്പീരിയൻസ്. റീഡിങ് എക്സ്പീരിയൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ റീഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. റൈലിയും ലിലിയും തമ്മിൽ ആ കെമിസ്ട്രി അതൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിരുന്നു. ഭയങ്കര റിയാലിറ്റി. പൊതുവേ ഉള്ള ഒരു റൊമാൻസിന് എനിക്ക് കുറച്ച് യുണീക്കായിട്ടൊക്കെ തോന്നി അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ. പിന്നെ അവർ തമ്മിൽ എപ്പോഴും ആ ഒരു നേക്കഡ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. രണ്ടുപേരും ബ്ലഡി ട്രൂത്ത് ആയിട്ടുള്ള കുറച്ച് സത്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതൊക്കെ ഞാൻ ഒരുപാട് അവർ തമ്മിൽ ആ ഒരു ബാൻഡർ ടീസിങ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ബട്ട് സെക്കൻഡ് ഹാഫ് ഒരുപാട് ഇമോഷണൽ ഹെവിയാണ്. ഭയങ്കര ഇമോഷണൽ, ഒരു റോളർ കോസ്റ്റർ എന്നൊക്കെ പറയാം. ഭയങ്കര ഇമോഷണൽ ഹെവിയാണ്. ആ ഒരു സമയത്ത് ഒരുപാട് പെയിൻ, അതുപോലെ തന്നെ ഒരുപാട് ബ്ലഷിങ് മൊമെന്റ്സ്, സ്മൈലിംഗ് മൊമെന്റ്സ്, വാം ഹഗ് കൈൻഡ് ഓഫ് ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലും. അപ്പോൾ ഇനിയും സ്റ്റോറിയിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലിപ്പിൽ ഞാൻ പറഞ്ഞത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇവഞ്ച്വലി അവർ ഫോൾസ് ഇൻ ലവ്. ദേ ആർ സോ ഇൻ ലവ്. രണ്ടുപേരും സോ ഹാപ്പി അവരുടെ ആ ഒരു അച്ചീവ്മെൻറ്റിൽ. പിന്നെ
ലില്ലിക്കാവട്ടെ അവളുടെ ബിസിനസ് നല്ല ബ്ലൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അവൾ അവൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം പിന്നെ ഒരുപാട് ചേഞ്ചസ് ആയി. ആ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഒക്കെ ആദ്യം എനിക്കൊരു ഇതുണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര അവന് ഒക്കെ റെഡിയായി. എല്ലാം ഹാപ്പി ആയിട്ടുള്ള ഒരു ടൂണാണ്. അതുപോലെ പാരലായിട്ട് നമുക്ക് അറ്റ്ലസിൻ്റെ ഭാഗം കിട്ടുന്നുണ്ട്. അപ്പോൾ അറ്റ്ലസിൻ്റെ ഭാഗം ഭയങ്കര ജേണൽ ഭയങ്കര പെയിൻഫുള്ളാണ്. കാരണം ഇതിൽ നിങ്ങൾ ട്രിഗർ വാർണിങ്സ് നോക്കണം. ഇതിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള ടോപ്പിക് ഒരുപാട് പറയുന്നുണ്ട്. സോ അവളുടെ ഫാദർ ഒരു അബ്യൂസർ ആയിരുന്നു. അപ്പോൾ അവളുടെ മദറെ അബ്യൂസ് ചെയ്യുന്ന ഒരുപാട് സീൻസ് ആ ജേണലിൽ ത്രൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവൾക്ക് കൈത്താങ്ങായിട്ടുണ്ടായിരുന്നത് അറ്റ്ലസ് ആണ്. അവർ രണ്ടുപേരും കൂടിയാണ് ആ ഒരു ഇതിൽ മുന്നോട്ട് പോയത്. പിന്നെ അറ്റ്ലസിന് അവൻ്റെതായിട്ടുള്ള കുറേ, അവനൊരു ഹോംലെസ് ബോയ് ആണല്ലോ, അപ്പോൾ അവൻ്റെതായിട്ടുള്ള കുറേ ട്രോമകളുണ്ട്, അവളുടെ ട്രോമകൾ. സോ രണ്ടുപേർക്കും പെട്ടെന്ന് നല്ല കണക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് അന്ന് അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നത്. ആൻഡ് ദെൻ അവളുടെ ഫാദർ കാരണം തന്നെയാണ് അവർ തമ്മിൽ പിരിയണതും. അപ്പോൾ ആ പിരിയുന്ന മൊമെൻറ്റ്സ് ഒക്കെ ഇതിൽ എഴുതിയിരിക്കുന്നത് സോ ഇമോഷണൽ ആയിരുന്നു. ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും നമ്മളെ, ഒരുപാട് മൂവ് ചെയ്യുന്ന സീൻസാണ് അതൊക്കെ. ആൻഡ് അതുപോലെ ഇനിയൊന്നും ഞാൻ പറയുന്നില്ല, ബാക്കിയൊക്കെ സ്പോയിലേഴ്സാണ്. സോ അതുപോലെ ഇതിലൊരു മൂമെൻ്റ് ഉണ്ട്, ലൈക്ക് ഹാഫ് കഴിഞ്ഞിട്ട്, ദാറ്റ് വാസ് സോ മൂവിങ്. സ്പോയിലറാണ്, അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു സ്പീക്ക് അബൌട്ട് ഇറ്റ്, ബട്ട് ഇറ്റ് റിയലി ടച്ച്ഡ് മീ. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻറ്റ്, അങ്ങനെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഗുഡ് തിങ്സ് അബൌട്ട് ദിസ് ബുക്ക്. അതുപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടമായത് എന്താ വെച്ചാൽ കൊളിൻ ഹൂവറിൻ്റെ എക്സിക്യൂഷൻ, എങ്ങനെ ഓരോ കാര്യങ്ങൾ പ്ലേസ് ചെയ്യേണ്ടതെന്ന് കൊളിൻ ഹൂവറിന് നന്നായിട്ട് അറിയാം. ലൈക്ക് ഫസ്റ്റിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാതെ കരുതിയ ചില കാര്യങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ലേറ്റർ നമ്മൾ കണ്ടെത്തും. സോ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് ആ ഒരു റൈഡിൽ നമ്മൾ ഇടയിൽ നമുക്ക് കുറേ ചെറിയ റിവീൽസ് ഒക്കെ കിട്ടും. ബിറ്റ്സ് ആൻഡ് ബിറ്റ്സ് ഓഫ് റിവീൽസ് ഒക്കെ ശരിക്കും എൻ്റെ റീഡിങ് എക്സ്പീരിയൻസ് ഒരുപാട് ഇൻക്രീസ് ചെയ്തു. അതുപോലെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ. അപ്പം ലില്ലി ഭയങ്കര സെൻസിബിളായ ഒരു ഗേളാണ്. എവിടേക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് അവൾക്ക് കറക്റ്റായിട്ട് അറിയാം. അത് കൊളിൻ ഹൂവറിന് നന്നായിട്ട് പ്ലേസ് ചെയ്യാനും പറ്റി. അതുപോലെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് ലില്ലി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ലില്ലിനെ. അതുപോലെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ബുക്കിലെ ലാസ്റ്റ് ലൈൻ, ലൈക്ക് എപ്പിലോഗിൻ്റെ ലാസ്റ്റ് ലൈൻ ഇസ് സോ ഗ്രേറ്റ്. കാരണം നിങ്ങൾ വായിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അതേപോലെ എപ്പിലോഗിന് തൊട്ട് മുന്നേ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ലൈൻ, അത് സോ ഗുഡ്. അത് ശരിക്കും ഈ ടൈറ്റിലാണ്, ഈ ടൈറ്റിൽ വെച്ചിട്ടാണ് ബുക്ക് എൻഡ് ചെയ്യുന്നത്. സോ അത് വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു സിനേരിയോ വായിക്കുമ്പോൾ ശരിക്കും ആ ഒരു ഫീൽ ഉണ്ടാവും, ലൈക്ക് ആ ഒരു ഗൂസ്ബം മൊമെൻറ്റ് എനിക്കുണ്ടായി. സോ അതൊക്കെയാണ് ഇതിൻ്റെ പ്ലസ്. പിന്നെ ഇത് ഒട്ടും ഡ്രാഗ് ചെയ്യുന്നില്ല, അൺപുട്ട് ഡൗണബിൾ ആയിരുന്നു ത്രൂ ഔട്ട്. ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വായിച്ച് തീർക്കാൻ പറ്റിയ ഒരു ബുക്കാണ്. ഭയങ്കര ഈസി ലാംഗ്വേജ് ആണ്. ഒരു ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയുന്ന ഒരാൾക്ക് ഇത് വായിക്കാം, അത്രയും ഈസി ലാംഗ്വേജ് ആണ്. അപ്പോൾ ഞാനൊരു ബുക്ക് റീഡ് ചെയ്യാറ് അതിൻ്റെ റീഡിങ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. റീഡിങ് എക്സ്പീരിയൻസ് നല്ല ആ ഒരു മൊമെൻറ്റിൽ ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഒരു വായിച്ച് കഴിഞ്ഞാലും ആ ഒരു ലിങ്കറിങ് ഫീലിംഗ് ഉണ്ടല്ലോ, ലൈക്ക് അവരെ പറ്റി നമ്മൾ ഒരുപാട് കാലം ആലോചിക്കും. ഈ ഒരു ക്യാരക്ടേഴ്സ് നമ്മളെ മൈൻഡിൽ ഒരുപാട് കാലം നിൽക്കും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ ബുക്കിന് 5 സ്റ്റാർ കൊടുക്കാറുണ്ട്. സോ ദാറ്റ്സ് മൈ റേറ്റിംഗ്. ഇറ്റ്സ് എ 5 സ്റ്റാർ ബുക്ക്. ഐ റിയലി എൻജോയ്ഡ് ദിസ്. പ്ലീസ് ഗോ ആൻഡ് റീഡ് ദിസ് ബുക്ക്. അപ്പോൾ ബിഫോർ വായിക്കുന്നതിന് മുന്നേ ട്രിഗർ വാർണിങ്സ് ചെക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു റൊമാൻസ് ബുക്കാണ്, ഇതൊരു ലവ് സ്റ്റോറി ഉണ്ട് ഇതിൽ. ബട്ട് ഇതിലൊരുപാട് അതർ തിങ്സ്, ഇറ്റ്സ് ലവ് സ്റ്റോറിനേക്കാൾ കൂടുതലായിട്ടുള്ള തീംസിനെ പറ്റിയിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിനെ പറ്റി നിങ്ങൾ അവെയർ ആയിരിക്കണം ഇത് വായിക്കുന്നതിന് മുന്നേ. ഇനി ലെറ്റ്സ് കം ടു ദ കോൺട്രവേഴ്സി. അപ്പോൾ ഈ ബുക്കിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട്. അപ്പോൾ കോൺട്രവേഴ്സി ഉണ്ടാവാനുള്ള കാരണം എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, എനിക്കതിനെ പറ്റി ഒരുപാട് ഐഡിയ ഇല്ല. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരുപാട് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ദം ഡൗൺ. അപ്പോൾ എനിക്ക് ഇത് അത്ര സത്യം പറഞ്ഞാൽ എനിക്കിത് അത്ര ഇമോഷണൽ ഹെവി ആയിട്ട് തോന്നിയില്ല. ബട്ട് ചില ആൾക്കാർക്ക് ഇത് കുറച്ച് ഇമോഷണൽ ഹെവി ആയിട്ട് തോന്നാം ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ കോൺട്രവേഴ്സി എവിടെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് റൊമാൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ലൈക്ക് ഫ്ലഫി, സ്മൂത്ത്, ഹോട്ട്, റൊമാൻറ്റിക് ബുക്കൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് കുറച്ച് തീംസ് ഡിസ്കസ് ചെയ്യുന്നത് ഷോക്കിംഗ് ആയി മാറാം. അതുപോലെ
ചിലവർക്ക് ലില്ലി ഇതിൽ മേക്ക് ചെയ്യുന്ന ചില ഡിസിഷൻസുമായിട്ട് കുറച്ച് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടായിരിക്കാം. ബട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ലില്ലി സെൻസിബിളായിട്ടാണ് അവൾ എടുത്ത തീരുമാനം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഈ ബുക്ക് വായിച്ചിട്ട്. ബട്ട് ചിലവർക്ക് അങ്ങനെ ആവില്ല. സോ അപ്പോൾ അതാണ് അതിൻ്റെ കോൺട്രവേഴ്സി സൈഡ്. അത് സ്പോയിലർ ഇല്ലാതെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ കഴിയുള്ളൂ. പിന്നെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സിനും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എല്ലാം കിട്ടിയ പോലെ തോന്നി. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലില്ലിയുടെ ബിസിനസ് ഒരു ഫ്ലവർ ഷോപ്പാണ് അവൾ തുടങ്ങിയത്. അത് പെട്ടെന്ന് ബ്ലൂം ആയ പോലെ എനിക്ക് തോന്നി. ലൈക്ക് മേ ബി റിയൽ ലൈഫിൽ അത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബട്ട് ദിസ് ഈസ് ഫിക്ഷൻ. അപ്പോൾ ഫിക്ഷൻ ആകുമ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളൊരു ഫിക്ഷൻ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ എവറിത്തിങ് ഈസ് ഫൈൻ. So that's all about the book. I hope you really enjoy this book like I did, and I hope you enjoyed this vlog. So നിങ്ങൾക്ക് എൻ്റെ കോണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ please like, comment, share and subscribe. I will see you with another vlog. Till then, bye bye and take care.